നമസ്കാരം. സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളുടെ സോഷ്യൽ മീഡിയ സ്ട്രീമുകളിൽ വൈറലാകുന്ന കുട്ടിത്താരങ്ങളുടെ വിശേഷങ്ങൾ ധാരാളമായി വന്ന് നിറയാറുണ്ടല്ലോ അല്ലേ? എന്നാൽ 10-12 വർഷം മുമ്പ് BV കാലത്ത്, അതായത് ബിഫോർ വൈറൽ കാലത്ത് തരംഗമായി മാറിയ കുട്ടിയാണ് മൈക്കിൾ ജോ ഫ്രാൻസിസ്. 17ലധികം വാദ്യ ഉപകരണങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മൈക്കിൾ ഇപ്പോൾ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയാണ്. അതായത് ഈ AV കാലത്ത് അനോവറിലിസ്, കോപ്പിറൈറ്റ് എനിക്കാണ്, അതായത് ആഫ്റ്റർ വൈറൽ ആ കാലത്തും തരംഗമാണ്, ഒരു സംഭവമാണ്, വേറെ ലെവലാണ് മൈക്കിൾ ജോ ഫ്രാൻസിസ്. ഹായ്, ഞാൻ മൈക്കിൾ ജോ ഫ്രാൻസിസ്. നാഗവല്ലിയുടെ ചടുലഭാവങ്ങൾ കൈവിരലിൽ ആവാഹിച്ച ഈ വൈറൽ വീഡിയോയുടെ കാഴ്ചക്കാർ 49 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഒരുപാട് റെസ്പോൺസ് ഉണ്ടായി, ഒരുപാട് സെലിബ്രിറ്റീസ് മെസ്സേജ് അയച്ചു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരുപാട് ലൈക്ക്. ഇപ്പോൾ ശോഭന മാം ആയാലും അതിന് കമൻ്റ് ഒക്കെ ഇട്ടായിരുന്നു. നല്ലൊരു റെസ്പോൺസാണ് ഉണ്ടായത് എല്ലാവരുടെ കയ്യിൽ നിന്ന്. വെസ്റ്റേൺ ഡ്രമ്മിങ് ക്ലാസിക്കൽ, ഇന്ത്യൻ ക്ലാസിക്കലായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഞാനത് ആ റീല് ഇറക്കിയത്. ഞാൻ ഇൻസ്റ്റ തുടങ്ങിയിട്ട് ഒരു 5 വർഷമായി. പക്ഷെ 5 വർഷമായിട്ടും എൻ്റെ ഒരു വീഡിയോ പോലും എനിക്കൊരു ഇത് കൊണ്ടുവരാൻ റീച്ച് ആയിട്ടില്ല. അവസാനം ഞാൻ ഇട്ട് അവസാനം എനിക്കൊരു കോൺസെപ്റ്റ് വന്നു, അങ്ങനെ അത് അപ്ലൈ ചെയ്തു. അങ്ങനെ ഒരു 4.95 മില്യൺ കിട്ടി. അപ്പോൾ കണ്ടംപററി ഡ്രമ്മിങ്ങും ഇന്ത്യൻ ക്ലാസിക്കലായിട്ട് മിക്സ് ചെയ്ത് അങ്ങനെ ട്രൈ ചെയ്തതാണ്. എന്നാൽ 7 വയസ്സുള്ളപ്പോൾ സംഗീത ജീവിതം ആരംഭിച്ച മൈക്കിൾ ജോ ഫ്രാൻസിസിന് ഇത് പുതുമയുള്ള കാര്യമല്ല. പ്രൈമറി ക്ലാസ് മുതലേ വേദികളിലെ താരമാണ് മൈക്കിൾ ജോ. To introduce our junior instrumentalist, our star drummer boy, Michael Joe Francis on the drums. He has made a name for himself in town. സ്കൂൾ പഠനകാലത്ത് തന്നെ പെർഫോമൻസ് നടത്തി മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരെ ഞെട്ടിച്ച കുട്ടി. ഞാൻ സ്കൂളിൽ ഒരുപാട് TV ചാനൽസൊക്കെ സ്കൂളിൽ വന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായി. ഞാൻ പിന്നെ അവിടെ സ്കൂളിൽ തന്നെ ആനുവൽ ഡേയിലൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. ഞാൻ ഗ്രിഗോറിയനിലാണ് 10th വരെ പഠിച്ചത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അവിടെ തന്നെ ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഭയങ്കര എൻകറേജ്മെൻറ്റും സപ്പോർട്ട്സ് ഉണ്ടായി. പിന്നെ +1 +2 സേക്രഡ് ഹാർട്ട്സ് ഹയർ സെക്കൻഡറിയിലാണ് പോയത്. അവിടെ പോയപ്പോൾ ശരിക്കും നല്ല ടാലൻ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസ് ഉണ്ടായിരുന്നു. അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. സ്കൂൾ പഠനകാലത്തെ മികവ് ഇപ്പോൾ MG സർവകലാശാല കലോത്സവത്തിലും തുടരുന്നു. ഈ വെസ്റ്റേൺ പെർക്കഷനായ ഡ്രംസും മത്സരിച്ചു, ഈസ്റ്റേൺ പെർക്കഷൻ തവിലിൽ മത്സരിച്ചു, പിന്നെ ഈസ്റ്റേൺ വിൻഡായ ഹാർമോണിയം മത്സരിച്ചു. കേരള സംസ്ഥാന സ്കൂൾ യൂണിവേഴ്സിറ്റി മത്സരങ്ങളിൽ 1ലധികം സമ്മാനങ്ങളും റെക്കോർഡുകളും മൈക്കിൾ കരസ്ഥമാക്കിയിട്ടുണ്ട്.
എറണാകുളം തേവരയിലെ സേക്രഡ് ഹാർട്ട് കോളേജിലെ MA മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസത്തിൽ അവസാന വർഷ വിദ്യാർത്ഥിയാണ് മൈക്കിൾ ജോ ഫ്രാൻസിസ്. തോപ്പുംപടി സ്വദേശിയായ ഫ്രാൻസിസ് മൈക്കിളിൻ്റെയും ഷൈനിയുടെയും ഇളയ മകനായ മൈക്കിൾ ജോ ഫ്രാൻസിസിനെ സംഗീത വഴിയിലേക്ക് തിരിച്ചുവിട്ടത് മാതാപിതാക്കളാണ്. കുട്ടിക്കാലത്ത് പാത്രങ്ങളിലും സ്പൂണുകളിലും ഡൈനിങ് ടേബിളിലും ബീറ്റുകൾ സൃഷ്ടിക്കുന്ന മൈക്കിളിൻ്റെ വിനോദം ശ്രദ്ധയിൽപ്പെട്ട അച്ഛൻ ഫ്രാൻസിസ് മൈക്കിൾ വീടിനടുത്തുള്ള പ്രൊഫഷണൽ ഡ്രമ്മറായ ഷക്കീറിൻ്റെ അടുത്തേക്ക് കുഞ്ഞു മൈക്കിളിനെ കൊണ്ടുപോയി. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പ്ലേ ബാക്ക് സിംഗറായ അഫ്സലിൻ്റെ ചേട്ടനുണ്ടായിരുന്നു. ഷക്കീർ സാർ എന്നാണ് പേര്. സാർ ഇപ്പോൾ ഇല്ല, സാറാണ്. സാറിൻ്റെ വീട്ടിൽ വന്നു. സാർ ആദ്യം എൻ്റെ പ്ലേയിങ് കണ്ടു, ഇഷ്ടപ്പെട്ടു. എന്നിട്ട് എൻ്റെ ഫാദറിനോട് പറഞ്ഞു നമുക്ക് നെക്സ്റ്റ് ഡേ തൊട്ട് ക്ലാസ് തുടങ്ങാം. അങ്ങനെ പപ്പ ആദ്യമായിട്ട് ഡ്രംസ് ജിംബാവോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഡ്രംസാണ് ആദ്യം വാങ്ങിച്ചത്. പിന്നെ അങ്ങനെ എൻ്റെ ക്ലാസ് തുടങ്ങി. സാറിൻ്റെ കീഴെ ഒരു വർഷത്തോളം പഠിച്ചു. പിന്നെ സാറിന് തിരക്കായി. പിന്നെ അങ്ങനെ ഓരോരോ ഇൻസ്റ്റിറ്റ്യൂട്ട്, കലാഭവൻ, CAC, അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോയി. പിന്നെ പ്രശസ്ത ഡ്രമ്മറായ ജോബോയ് മാസ്റ്റർ, വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രമ്മേഴ്സ് ഇൻ ഇന്ത്യയാണ്. സാറിൻ്റെ അടുത്ത് ട്രിവാൻഡ്രത്ത് പഠിക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ഓരോരോ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ പഠിച്ചു. പപ്പയുടെയും അമ്മയുടെയും സപ്പോർട്ടാണ്, ഫാദർ മദറിൻ്റെ സപ്പോർട്ടാണ് ബേസിക്കലി. എനിക്ക് ആദ്യമേ ഗിറ്റാർ പഠിക്കണമെന്നുണ്ടായി. അങ്ങനെ ഗിറ്റാർ എൻ്റെ പാരൻസ് ക്ലാസ്സിൽ ചേർത്തു. പിന്നെ പയ്യെ കുറച്ചും കൂടി നോളജ്, ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ്, ഓരോ നോളജ് അറിയാൻ വേണ്ടി ഓരോരോ ക്ലാസ്സുകളിൽ പോയി. ബേസിക്കലി എൻ്റെ ഫാദറിൻ്റെ സപ്പോർട്ടാണ് ഇതെല്ലാം അക്കംപ്ലിഷ് ആക്കാൻ പറ്റിയത്. ഇങ്ങനെ ഓരോരോ സ്ഥലം ട്രൈ ചെയ്തു. ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സ് ട്രൈ ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൂടുതൽ നോളജ് അതായിട്ട് കിട്ടുമല്ലോ. പപ്പ ബേസിക്കലി വോളിബോൾ പ്ലെയറാണ്, ഡിസ്ട്രിക്ട് പ്ലെയറാണ്. പപ്പക്ക് ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു ഈ ഫീൽഡിൽ. പക്ഷെ പപ്പക്ക് ആഗ്രഹിച്ചത് കിട്ടിയില്ല, വീട്ടിലെ സപ്പോർട്ട് ഉണ്ടായില്ല. അപ്പോൾ പപ്പക്ക് കിട്ടാത്തൊരു സപ്പോർട്ട് പപ്പ എനിക്ക് തന്നു. ഡ്രംസ്, കീബോർഡ്, പിയാനോ, ഗിറ്റാർ, മൃദംഗം, തവിൽ, സൈലോഫോൺ, എടയ്ക്ക, ചെണ്ട, കാജോൺ, കീബോർഡ്, അക്കോഡിയൻ, വിയൽ ടോൺ, മാൻഡലിൻ, വയലിൻ, ഉകുലെ, സന്തൂർ, ബ്ലോ, മെലോഡിക്ക, ട്രംപറ്റ്. മൈക്കിൾ പയറ്റാത്ത ഉപകരണങ്ങളില്ല. മോസ്റ്റ്ലി പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ഡ്രംസ്, ചെണ്ട, തവിൽ, മൃദംഗം, എടക്ക, പിന്നെ ഓരോ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്, ടിംബാൽ, അങ്ങനെ ഒരുപാട് പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സും. പിന്നെ നമ്മുടെ കീബോർഡ്, ഗിറ്റാർ, മെലോഡിക്ക, കീറ്റാർ, അങ്ങനെ കീറ്റാർ, ബാക്കിയെല്ലാം ഇതുപോലത്തെ ഒരു ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെയാണ് പ്ലേ ചെയ്യണത്. ഓരോ ഇൻസ്ട്രുമെൻറ്റ്സ് ഓരോരോ സ്ഥലത്ത് ഇമ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോൾ തവിലായാലും തഞ്ചാവൂർ എന്ന് വരുത്തിയതാണ്. ഇപ്പോൾ ഈ നമ്മുടെ ഇലക്ട്രിക് ഡ്രം ആണെങ്കിൽ അത് UK നിന്ന് വരുത്തിച്ചതാണ്. പിന്നെ അങ്ങനെ ഓരോരോ ഇൻസ്ട്രുമെൻറ്റ്സും ഇവിടെ കിട്ടാനില്ലാണ്ട് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് ഓരോരോ സ്ഥലത്ത്.
ഫ്രണ്ട്സ് ഭയങ്കര സപ്പോർട്ടീവാണ്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും റീൽ ഇട്ടാലും അവരപ്പോൾ തന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കും, ഷെയർ ചെയ്യും. എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. അവർ വരുമ്പോൾ പ്ലേ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് മിക്കവരും ഇൻസ്ട്രുമെൻ്റലിസ്റ്റാണ്, ഗിറ്റാറിസ്റ്റൊക്കെയാണ്. അപ്പോൾ ഇവരെല്ലാവരുടെ കൂടെ ഞങ്ങൾ ജാം ചെയ്യാറുണ്ട്, എൻജോയ് ചെയ്യാറുണ്ട്. 700-നടുത്ത് സ്റ്റേജ് പ്രോഗ്രാമുകളും 25-ലധികം ടെലിവിഷൻ പ്രോഗ്രാമുകളും ചെയ്ത മൈക്കിൾ ലണ്ടനിലെ ട്രിനിറ്റി കോളേജിൽ നിന്ന് ഇൻസ്ട്രുമെൻ്റൽ ഗ്രേഡ് സർട്ടിഫിക്കറ്റ് നേടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ചെറിയ പ്രായത്തിനുള്ളിൽ തന്നെ നിരവധി അംഗീകാരങ്ങൾ, സർട്ടിഫിക്കറ്റുകൾ, പുരസ്കാരങ്ങൾ. സ്റ്റേജുകളിൽ സുഹൃത്തുക്കൾക്കൊപ്പം ക്ലാസിക്കൽ, ഇൻസ്ട്രുമെൻ്റൽ, ഫ്യൂഷൻ പ്രകടനങ്ങൾ പഠനത്തോടൊപ്പം മൈക്കിൾ ജോ സൃഷ്ടിക്കുന്നു. നമ്മുടെ സംഗീതശാഖയെ ചേർത്ത് നിർത്തി വെസ്റ്റേൺ ബാൻഡ് ഗ്രൂപ്പ് എന്ന ആശയവുമായി മുന്നോട്ട് പോകുന്നു. എനിക്കൊരു ബാൻഡ് ഉണ്ട്, വക്ര എന്ന് പറഞ്ഞ ബാൻഡിൻ്റെ പേര്. ഞങ്ങളിപ്പോൾ ഇതുവരെ ഒന്നും റിലീസ് ചെയ്തിട്ടില്ല. ഞങ്ങളിപ്പോൾ ഒരു വർക്കിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ഈ വർഷം തന്നെ ഒരു പ്രൊജക്റ്റ് ഇറങ്ങും. ഞാൻ RLVയിൽ കുറച്ചാളുണ്ടായിരുന്നു, അവിടെ പഠിക്കാൻ പോയിട്ടുണ്ടായി. അപ്പോൾ അവിടെ എനിക്കുണ്ടായ ഫ്രണ്ട്സും അങ്ങനെ തുടങ്ങിയൊരു ബാൻഡാണ്. ഞങ്ങളുടെ ഫ്രണ്ട്സാണ് എല്ലാവരും. അങ്ങനെ തുടങ്ങി ഇപ്പോൾ അത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിൽ വാദ്യോപകരണങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നു. ഞാൻ ബേസിക്കലി എൻ്റെ വീട്ടിൽ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. ബേസിക്കലി ഞാൻ ഡ്രംസാണ് എടുക്കുന്നത്. കുഞ്ഞ് പിള്ളേർ തൊട്ട് പ്രായ ആൾക്കാരുണ്ട്. പിന്നെ വേറെ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നമുക്ക് വേറെ ടീച്ചേഴ്സ് ഉണ്ട് പഠിപ്പിക്കാൻ. പ്രൊഫഷണലി ഹൈ ആയിട്ടുള്ള ടീച്ചേഴ്സ് ഉണ്ട് നമുക്ക്. എൻ്റെ ഫോക്കസ് ഞങ്ങളുടെ ഒരു ജോണർ ഇറക്കുക, വെസ്റ്റേണും ഇതായിട്ട് കൊളാബ് ചെയ്ത ആ ഒരു ക്ലാസിക്കൽ റോക്ക് ജോണറാണ് ഞങ്ങൾ ചെയ്യാറ്, ഞങ്ങളുടെ ബാൻഡ് ചെയ്യാറ്. അതിലോട്ടാണ് കൂടുതൽ ഫോക്കസ്. അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഞങ്ങൾ. ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്ന സാധാരണ വൈറൽ ലോകമല്ല മൈക്കിൾ ജോ ഫ്രാൻസിസിൻ്റെ സ്വപ്നം. ലോകത്തിൻ്റെ അതിരുകൾ തന്നെ മാറ്റിവരയ്ക്കാൻ കഴിയുന്ന സംഗീതത്തിൻ്റെ കടിഞ്ഞാൻ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയുന്ന ഈ പ്രതിഭ ഇനി ചെറിയ സ്വപ്നങ്ങളിൽ ഒതുങ്ങില്ല. ഇത്രയും നോക്കിയതിന് ശേഷം ഇപ്പോൾ ഫുൾ ഫോക്കസ് ഡ്രംസിലോട്ടാണ്. ഡ്രം എന്നെ ഫോക്കസ് ചെയ്യുന്നു, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ ഒരു മൈക്കിൾ ജോ ഫ്രാൻസിസ് എന്നൊരു ഐഡൻറ്റിറ്റി എനിക്ക് കൊണ്ടുവരണം, അത് ഉണ്ടാക്കിയെടുക്കണം. അതാണ് എൻ്റെ ഒരു പ്ലാൻ. പെർഫോമറായിട്ടും അങ്ങനെ അറിയപ്പെടണം, ആസ് എ ഡ്രമ്മർ അറിയപ്പെടണം. അതാണ് എൻ്റെ ഒരു പ്ലാൻ.